ഡൈജി പ്ലസ് ബ്രഹ്മി പ്ലസ് ഗമ്മികൾ. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ പുതിയ കാൽവയ്പ് പരമ്പരാഗത ഔഷധക്കൂട്ടുകളെ ആധുനിക സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുത്തൻ ആയുർവേദിക് ഗമ്മികൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല പുറത്തിറക്കി. ഗുളികകളോ ക്യാപ്സൂളുകളോ വിഴുങ്ങാൻ പ്രയാസമുള്ളവർക്കും എളുപ്പത്തിൽ ചവച്ചു കഴിക്കാവുന്ന ഔഷധങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഗമ്മികൾ ഏറെ പ്രയോജനകരമാണ്. മെയ് 17 വൈകിട്ട് കേരള ഫൈൻ ആർട്സ് ഹാളിൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് കോട്ടയ്ക്കൽ ഗമ്മീസ് വിപണിയിലിറക്കും. തുടർന്ന് കുട്ടികൾക്ക് ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക്കും ഇൻട്രാക്റ്റീവ് സെഷനും ഉണ്ടാകും. മികച്ച ആരോഗ്യ ഗുണങ്ങളുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത്. കഴിക്കാൻ എളുപ്പവും രുചികരവുമായ ഗമ്മി രൂപത്തിലുള്ള ഇവ കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അനുയോജ്യമാണ്. ഡൈജി പ്ലസ് എന്ന ഗമ്മി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ബ്രഹ്മി പ്ലസ് ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശേഷി എന്നിവ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പഴങ്ങളിൽ നിന്നുള്ള പെക്റ്റിൻ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഈ ഗമ്മികളിൽ പഞ്ചസാര ചേർത്തിട്ടില്ല. കൂടാതെ ഇവ ജലാറ്റിൻ രഹിതവുമാണെന്ന് വാർത്താ സമ്മേളനത്തിൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ പറഞ്ഞു. പക്ഷേ കുറച്ചു കാലമായി കാലാനുസൃതമായ മാറ്റങ്ങൾ ഫോർമുലേഷനിലെ ഡോസേജ് പ്രസൻറ്റേഷനിൽ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉദാഹരണമാണ് കഷായങ്ങളൊക്കെ ടാബ്ലറ്റ് ഫോമിലാക്കി ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ പഴയ ഭസ്മങ്ങളൊക്കെ ക്യാപ്സുലൈസ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ രോഗിക്ക് കൂടുതൽ സൗകര്യപ്രദമായ വിധത്തിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കണം, എന്നാൽ ഒട്ടും ഗുണക്കുറവ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഓരോ കൺവേർഷനും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഉദ്ദേശിച്ച ക്വാളിറ്റി, അതിൻ്റെ റിസൾട്ട് അതിന് കിട്ടുമെന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് ഈ വക മാറ്റങ്ങൾ വരുത്തുന്നത്. ഇപ്പോൾ നാളെ 2 ഉൽപ്പന്നങ്ങൾ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് ഡിജി പ്ലസ്, ഒന്ന് ബ്രഹ്മി പ്ലസ്. ഇത് രണ്ടും പുതിയൊരു ഡോസേജ് ഫോമാണ്. ഇത് ഗമ്മി ഫോമിലാണ്. ഗമ്മി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മധുരമുള്ള, പക്ഷേ ശർക്കരയോ പഞ്ചസാരയോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതായിട്ടുള്ള ഈ പഴങ്ങളിൽ നിന്ന് എടുക്കുന്ന മധുരം കൊണ്ടുണ്ടാക്കുന്നതാണ് ഇത്. അതിൽ ബ്രഹ്മിൻ്റെ ഓർമ്മക്കുറവ് നികത്താനും പരിഹരിക്കാനും അതേപോലെ തന്നെ ഈ അൽഷീമേഴ്സ് മുതലായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലായിട്ടും ഉപയോഗിക്കാൻ നന്നായിരിക്കുകയാണ്. അതേപോലെ ഒന്നെന്നുള്ള ഡിജി പ്ലസ് ആണ്. അത് നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ പുതിയ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടൊന്ന് മിക്കവാറും ആൾക്കാർക്ക് എന്നും വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനും ഡൈജഷനൊക്കെ പ്രോപ്പറാക്കാനും ഉള്ളതാണ് ഈ ഡിജി പ്ലസ്. ഇത് രണ്ടുമാണ് നാളെ ഇവിടെ എറണാകുളത്ത് വെച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ MS വല്യത്താൻ ഉൾപ്പെട്ട ഒരു ശാസ്ത്ര സംഘം പഠിച്ചെടുത്ത സ്റ്റഡിയുടെ റിപ്പോർട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു പിയർ റിവ്യൂഡ് ജേർണലിലൊക്കെ വന്നതാണ്. ഇൻ്റർനാഷണൽ പിയർ റിവ്യൂഡ് ജേർണലിൽ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ. അതായത് ആയുർവേദം എന്ന് പറയുന്നത് ഏകദേശം 5000 വർഷം പഴക്കമുള്ളതാണെങ്കിലും കാലികമായിട്ടത് വാലിഡേറ്റ് ചെയ്ത് വന്ന ഒരു ഇൻ്റർനാഷണൽ പിയർ റിവ്യൂഡ് ജേർണലിൽ പബ്ലിഷ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് പറഞ്ഞത്. ഇത് എങ്ങനെ മനുഷ്യരുടെ ഓർമ്മ ചെറുതായിട്ട് വർദ്ധിപ്പിക്കും, എങ്ങനെ ഡിമെൻഷ്യ കുറയ്ക്കും, എങ്ങനെ ആൾഷമേഴ്സിൻ്റെ ഓൺസെറ്റ് നമുക്ക് ഡിലേ ചെയ്യിപ്പിക്കാം എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ മരുന്നുകളൊക്കെ സേഫാണ്. ഈ മരുന്നുകളൊക്കെ നമുക്ക് ഡെയിലി കൺസംഷന് പറ്റും. ഈ മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് നല്ല ഗുണങ്ങളുണ്ട്. കാരണം ആയുർവേദത്തിൻ്റെ മഹത്വം ഇപ്പം ലോകമാസകലം ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആയുർവേദ മേഖല, അതായത് കെമിക്കൽ മേഖലയിൽ നിന്ന് മാറി നാച്ചുറൽ പ്രോഡക്റ്റിലേക്കുള്ള ആളുകൾക്കുള്ള ഒരു അഭിവാഞ്ച, ഈ നാച്ചുറൽ പ്രോഡക്റ്റ്സ് കൊണ്ട് എന്തൊക്കെ ഗുണം കിട്ടുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ആര്യവൈദ്യശാല. കാരണം നമ്മുടെ ഈ 125 വർഷത്തെ പ്രവർത്തന പരിചയവും 125 വർഷത്തെ നമ്മുടെ എക്സ്പെർട്ടൈസും എല്ലാം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രോഡക്റ്റുകൾ. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ PM വാര്യർ, K ഹരികുമാർ എന്നിവർ പങ്കെടുത്തു.